ഒരു ക്വാളിറ്റി ടൈം ആയിരുന്നില്ലേ നമുക്ക് ഇവിടെ നമ്മളത് കുറെ നേരം കുറെ പ്ലാനിങ്ങളൊക്കെ ആയിരുന്നു. ഇനി എങ്ങനെ പോണം ലൈഫ് ഉള്ള വൻ പ്ലാനിങ്ങിലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് സംടൈംസ് അത് വർക്ക് ചെയ്യാറുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ വീട്ടിലിരുന്ന് പ്ലാൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. അറിയാം കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു പ്രോൺസിന്റെ ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? പ്രോൺസിന്റെ പിക്ക് ഇവരെ കൊണ്ട് തോറ്റല് ഈശ്വരന്ന് ഉറങ്ങാനും സമ്മതിക്കുന്ന ആദ്യം അയക്കണേ. പിന്നെ കിടന്നു. അപ്പൊ ഞാൻ അന്ന് ഒരു പ്രോൺസിന്റെ പിക്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് കീത്തുന്റെ ടേസ്റ്റ് നോക്കണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തത് ആ വീഡിയോ. എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് വൈൻഡപ്പ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കീത്തു വിളിച്ചാക്കിയാണ് കീത്തുവിന്റെ വെള്ളിച്ചൻ മരിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കീത്തുവിന് ഇങ്ങനെ കഴിക്കാൻ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് പെലയുണ്ടെന്ന് പറയും. നമുക്ക് 16 ദിവസം കീത്തുവിന് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് കീത്തുവിന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു മരണം നടന്നല്ല, മതിയ വീഡിയോ ഒന്നും എടുക്കാനില്ല. അങ്ങനെ ഉണ്ടായത്. അപ്പൊ നമ്മള് 2 ദിവസം കഴിഞ്ഞപ്പോ വിചാരിച്ച് നമ്മളൊന്ന് രണ്ടുപേരും ഓഫാണ്, ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. ആദ്യം കുട്ടി എനിക്ക് വന്നിട്ടുണ്ട്. 6 മണിക്ക് എണീറ്റതാ. എന്നിട്ട് ഞാൻ പാലൊക്കെ കൊടുത്ത് ആ ഒരു പോസ്റ്ററിലാണ് അങ്ങനെ കിടന്നത്. ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെയാണ് കിടന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കിടന്നുറങ്ങണത്. ഇത് നമുക്ക് ആദ്യക്ക് 10 to 12 മന്ത്സിന്റെ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ ഇന്ന് അതെടുക്കാൻ നമുക്ക് പോണം. 9 ഇറങ്ങണം. 1 മണിക്കൂർ കറക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒന്ന് സ്പീഡിൽ പിടിച്ചു കഴിഞ്ഞാൽ 9 നമ്മൾ ഇറങ്ങാൻ പറ്റും. എനിക്ക് ആദ്യം ഇവരെ ലേറ്റ് ആണോ? എത്ര നേരം വിളിച്ചോണ്ടിരിക്കണം. നീ എന്തിരിക്കായിരുന്നു? ലേറ്റ് ആയപ്പോ ഞങ്ങൾ അവള് ഫോൺ നോക്കി കിടന്ന്, ഞാനും ഫോൺ നോക്കി കിടന്നു. അത്ര ഉണ്ടായി. ഞങ്ങൾ എണീക്കുമ്പോ സോ വെൽക്കം ടു എ ന്യൂ ഡേ. കമോൺ ഗയ്സ്, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഒരു സിമ്പിൾ ഒരു ഒച്ചയായിട്ടാണ് അപ്പോഴേക്കും ചാടി എണീക്കും. ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയാണ് പയ്യെ എണീറ്റ് പോകും. ആ ഡോറ് അത് ഇത്തിരി മുറുക്കുണ്ട് ആ ഡോറിന്. അത് തുറക്കുമ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ നിൽക്കുണ്ടാവും. കാരണം ഞാൻ ആ ഡോർ തുറക്കുമ്പോ അവനെ അറിയാം, ആ സൗണ്ട് കേൾക്കുമ്പോ അവനെ അറിയാം. ഞാൻ അവിടെ വരുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കുറച്ച് സ്പെസിഫിക് കാര്യങ്ങൾ അറിയാം. ഒന്ന് ഈ ഡോറുകൾ തുറക്കുന്നത്, 2 കോൾ ചെയ്യുന്നത്. ഇവന് ഇവിടെ നിൽക്കുകയാണെങ്കിലും കീത്തു ഞാൻ വിളിക്കണ ആ റിങ്ങിന്റെ സൗണ്ട്, ആ റിങ്ങിന്റെ സൗണ്ടേക്ക് മോടി വന്നിട്ടില്ല. ഇങ്ങനെ നോക്കും, ഫോണിലേക്ക് നോക്കിയിരിക്കും. അങ്ങനെ കുറച്ച് സ്പെസിഫിക് സൗണ്ട് കാര്യങ്ങളൊക്കെ. അമ്മ വീഡിയോ കോൾ ചെയ്യണമെന്നറിയാം ആദിക്ക്. അമ്മ വീഡിയോ കോൾ ചെയ്യണമെന്നറിയാം അല്ല ആദി. വാ നമുക്ക് എനിക്കാം. നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രണവ് രാവിലെ എണീക്കുമ്പോ തന്നെ ഐസ് ഒക്കെ വെച്ച് മുഖമൊക്കെ കഴുകാനൊക്കെ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് സ്കിൻ കെയറിങ് അല്ലെ, ഗുഡ് ബോയ് ആവാൻ തുടങ്ങി. ഇതൊക്കെ പ്രണവ് തന്നെ വാങ്ങിച്ചാട്ടത്, ആരും വാങ്ങിച്ചൊന്നും കൊടുത്തല്ല. ഞാൻ വിളിച്ചത് എന്തിനാ കലമാണോ എന്താന്നൊക്കെ എനിക്കൊരു ഹാപ്പിനെസ് പറയാനുണ്ട്. എന്റെ വീട്ടിലില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി. It's a very big happiness. തലയിടണ്ട. ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ വെച്ചിട്ടില്ല, ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചോളാം. എന്റെ വീട്ടില് കിട്ടു എന്റെ അനിയൻ നട്ടതാണ്. That's making me so happy. അതും ഞങ്ങളിങ്ങനെ വെച്ചപ്പോ അതിങ്ങനെ നട്ടപ്പോ പൊട്ടിച്ചപ്പോ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ദൈവമേ ഫുൾ പിങ്ക് ആയിരിക്കും. ഫുൾ പിങ്ക് ആണത്. സോ ഹാപ്പി. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. തള്ളണ്ട, പോയി പണിയെടുക്ക്. നിന്റെ ഫേസ് ബുക്ക് ചെയ്ത് ഇതൊക്കെ ഇതിലുണ്ടാവും. പിന്നെ അതൊന്നും കുഴപ്പമില്ല. എന്റെ വെച്ചല്ലേ, ഇപ്പൊ എന്റെ വെച്ച് കുഴപ്പമൊന്നുമില്ല. അല്ല ഒന്നു നാളെ തുടങ്ങി ആദ്യം വരെ ചെയ്യാം, എന്നിട്ട് എന്താ ചെയ്യാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
എനിക്കിതൊക്കെ പറ്റുള്ളൂ. കീത്തിന്റെ എഗ് ഞാൻ ഉണ്ടാക്കിയത് ഏറ്റവും അലമ്പെഗ്ഗായി പോയി നിർത്താം. പക്ഷെ അത് ഭംഗിയുണ്ട്. ഞാൻ റൗണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ണി ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എന്റെ കുറച്ച് ഉണ്ണി എടുത്തു. എനിക്കിങ്ങനെ പൊട്ടിക്കാതെ ഇതെന്തുവാ ഇത്? ഇതാണ് പ്രോപ്പർ സണി സൈഡ് അപ്പ്, നമ്മുടെ ഫുൾ സൈഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വരാം. അത് ക്യാപ്പച്ചുണ്ട് സമ്മതിക്കില്ല, വയ്ക്കാൻ സമ്മതിക്കില്ല. എവിടെയെങ്കിലും കളയത് എങ്ങണ്ട് നോക്കട്ടെ, കുറച്ചേരം നോക്കട്ടെ. നമ്മളിങ്ങനെ ഓരോ നല്ല സാധനങ്ങള് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് അത് തലയിലും മേത്തൊന്നും വെക്കണ്ട. അപ്പൊ നമ്മള് സൺസ്ക്രീനൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. പേരുണ്ട്, നല്ല പേരുണ്ട്. സോ സമയം ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എത്താറായിട്ടുണ്ട്. നമ്മൾ എത്തി. ചെറി ട്രീസ്, ഇതാണ് നഴ്സറി സ്കൂൾ ആൻഡ് ചിൽഡ്രൻ സെന്റർ. ഇവിടെയാണ് കേട്ടോ നമ്മളുടെ അപ്പോയിന്റ്മെന്റ്. നമ്മൾ ഏകദേശം ഓൺ ടൈമിലാണ്, പക്ഷെ ജസ്റ്റ് ഓക്കെ. അപ്പോ ആദ്യയുടെ ഒരു റെഡ് ബുക്ക് ഉണ്ട്. ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊരു റെഡ് ബുക്ക് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമുക്കൊരു കാർഡൊക്കെ ഉണ്ടായിരുന്നില്ലേ, സെയിം ലൈക്ക് ഇവർക്കൊരു റെഡ് ബുക്ക് ആയിട്ടാണ്. അതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, വാക്സിൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. സോ അതെടുത്തിട്ടുണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതൊരു ചെക്കപ്പ് ആണ്. എനിക്ക് എന്താ പ്രൊസീജിയേഴ്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അവിടെ ചെന്നിട്ട്, അവിടെ ക്യാമറ ഒന്നും അലൗഡ് ആയിരിക്കില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. സോ ഗൈസ്, അങ്ങനെ നമ്മള് സെഷനൊക്കെ കഴിഞ്ഞിറങ്ങി. നൈസായിരുന്നല്ലേ? ടൂത്ത് ബ്രഷും പേസ്റ്റും കിട്ടി. ആക്ച്വലി നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ സെഷൻസ് നല്ലതാണല്ലേ? സോ അങ്ങനെ നമ്മള് തിരിച്ചു പോരാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യയുടെ ഡെവലപ്മെന്റ്സ്, കാര്യങ്ങള്, അവന്റെ ഡെയിലി റുട്ടീൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എങ്ങനെയാണ്, പിന്നെ അവൻ സംസാരിച്ചൊക്കെ തുടങ്ങിയോ, അവന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്. യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ ആദ്യം 10 months ആയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഒരു 2-3 വയസ്സായാലും ബേബി ബോട്ടിൽസ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആദ്യം അങ്ങനെ തന്നെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അവര് പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ്. അത് കുറച്ച് കൊണ്ടുവരാൻ നോക്കാൻ. ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിൽ. കാരണം അവർക്ക് സ്പീച്ച് തെറാപ്പിക്കും അവരുടെ സ്പീച്ചിങ്ങിനും പിന്നെ ഈ ബോൺസ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇതുണ്ടാവുന്നാണ് അവര് പറയുന്നത്. ഇവിടുത്തെ ടീത്തിങ്ങിന്റെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമോ? അപ്പൊ ഈ ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്യും. മാക്സിമം സ്ട്രോ ഉള്ള ബോട്ടിൽസ് യൂസ് ചെയ്യാം. സ്ട്രോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫ്രം ദ ബോട്ടിൽ എന്ന് പറഞ്ഞു. അത് നല്ലതായിരിക്കും. ഞാൻ അവന് സ്കൂളിൽ കൊടുക്കാറുണ്ട്, അല്ലാതെ ബോട്ടിൽ തന്നെ. സോ അതൊരു എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വല്ലാത്തൊരു കൺസേൺ ആയിരുന്നു ആദ്യം പസഫിയർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ പലതരത്തിലുള്ളത് അവന് വാങ്ങിച്ചു കൊടുത്തു, അവൻ യൂസ് ചെയ്യില്ല. അവൻ എങ്ങനെയും തുപ്പിക്കളയും. രാത്രി വെച്ചു കൊടുത്തു നോക്കി തുപ്പിക്കളയും. പക്ഷെ അവര് പറഞ്ഞു അത് നല്ലതായി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇനി പണിയാണ്. അപ്പൊ അത് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ഇനി ബോട്ടിൽ മാത്രം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോണ്ടെന്നാ മതി. സോ അതിപ്പോ നല്ലതായി. അതെന്റെ ഒരു കൺസേൺ ആയിരുന്നു. എല്ലാ പിള്ളേരും വായിൽ അതുണ്ടാവും, ഇവനത് വെക്കത്തുമില്ല. സോ അതൊരു നല്ലതായി. പിന്നെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് അറിയാം ആദ്യത്തെ ഇപ്പോ റുട്ടീൻസ് ഞങ്ങൾക്ക് ഏകദേശം അറിയാം. സോ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും നല്ലതാണെന്ന് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരിപ്പോ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഫ്രണ്ടിൽ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് അവരുടെ കയ്യിലൊരു ബ്രഷ് ഒക്കെ കൊടുത്താല് മേ ബി ദേ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ബ്രഷിങ് ആൻഡ് ഓൾ. അപ്പൊ അതൊക്കെ നല്ലതായിരിക്കും. അങ്ങനത്തെ ഉള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യനെ ഇതിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞില്ലേ, അത് വലിയ സംഭവം. ഇവിടെ സിസ്റ്റം അടിപൊളിയാണ് അല്ലേ? അതെ. അതായത് ഇനി കുട്ടികളുടെ ഇവന്റ് ഉണ്ടാവുന്നു. അതായത് ചെറിയ ചെറിയ ഇവന്റുകൾ ഉണ്ടാവും. അതായത് എല്ലാ കുട്ടികളും കൊണ്ട് ഗ്യാദർ ചെയ്യുന്ന ഒരു ഇവന്റ് ഉണ്ടാവും. അവർക്കൊരു സോഷ്യൽ ഇത് വരാനായിട്ട്
അതായത് ഇവനെ ഈ കൊച്ചുങ്ങളെ ഇതിലേക്ക് വിടുമ്പോ നേഴ്സിലേക്ക് വിടുമ്പോ അവിടെ പെട്ടെന്നുള്ളൊരു ആൻസൈറ്റി മാറി കിട്ടാനായിട്ട് ഇതൊക്കെ മാറാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ഗ്യാതറിങ്സിനൊക്കെ കൊണ്ടുപോകാനായിട്ട് അതിന്റെ ഇവന്റ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം. നല്ലതായിരിക്കും കേട്ടോ, നല്ലതായിരിക്കും, ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ പിന്നെ അവന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി, ഇറ്റ്സ് ഓൾ ഫൈൻ. ടോൾ ബോയ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ ടോളാണ്. ഓക്കെ, സോ അതൊക്കെയായിരുന്നു. എന്തായാലും എനിക്ക് സമാധാനം. എനിക്ക് ആദ്യം വെയിറ്റിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു, കുറവാണോ കൂടുതലാണോ ആയിട്ടാണോ. സോ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ചാരിറ്റി ഷോപ്പിൽ നോക്കിയിട്ട് നമ്മളൊരു 2-2 മാതിരി കുറെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ബാഗിലേക്ക് വെച്ചിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോ അത് ബാഗിലുണ്ട്, അത് നമ്മൾ കൊടുക്കണം. നമ്മളത് കൊടുത്തില്ല, കാരണം ഇന്നത്തെ അവരെടുക്കുന്നത് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നാളത്തേക്ക് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് ഞാൻ പോന്നു. നാളെ ആര് പോയി കൊടുക്കും? നാളെ പ്രണവ് പോയത് കൊടുക്കും. എന്താന്നറിയില്ല, ഈ വെയില് എനിക്ക് തലവേന എടുക്കാണ്. എനിക്ക് തോന്നണ്ട നമുക്ക് ആ ഗ്ലാസ് വെച്ച് അടക്കുന്നാ മതിയായിരുന്നു. എന്റെ ഗ്ലാസ് താങ്കൊണ്ട് കളഞ്ഞ്. കീത്തും ആദ്യം കാറിലുണ്ട്, ഞാനില്ലേ കറീസിൽ വന്നൊക്കെയാണ്. എനിക്ക് ഈ പോക്കറ്റ് ഫോർ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എടുക്കണോ പിന്നെ എടുക്കണോ എന്നൊരു ഡൗട്ടിലാണ്. പോക്കറ്റ് ഫോർ അല്ലെന്നുണ്ടെങ്കിൽ 360 ഒരു സാധനമുണ്ട്, ഒരു ലൂണ അങ്ങനെ പറഞ്ഞ സാധനം, സെയിം ഡബിൾ ക്യാമറയൊക്കെ വരുന്നത്. അപ്പം അതെടുക്കണോ അതെടുക്കണം എന്നൊരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ. Gitu 500 something pounds ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഏതാ വാങ്ങാൻ ഉദ്ദേശിക്കണേ? ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല, ഡബിൾ ക്യാമറ ഇല്ല. അപ്പൊ വേണ്ട, നമുക്ക് ഉദ്ദേശിക്കണ വാങ്ങാൻ. ഗിഫ്റ്റ് ചെയ്യൂലേ? ഗിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയണ പോലെ ചെയ്യണം, അല്ലാതെ അത് വാങ്ങിച്ചു പെരക്കാത്തൊക്കാനല്ല. എങ്ങനെ ചെയ്യണം? എനിക്കൊരു മാച്ച് കുടിക്കാൻ തോന്നുന്നുണ്ടാണോ? നമുക്കൊരു മാച്ച് ട്രൈ ചെയ്താലോ? ഓ മാച്ച് നീ അന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയല്ലേ? പക്ഷെ നമ്മളത് ഫ്ലേവേർഡ് ആഡ് ചെയ്തില്ല, ദാറ്റ്സ് ദ പ്രോബ്ലം. സോ മാച്ച് കുടിക്കണം. എന്തൊരു കോൾഡ് ഓഫ് കുടിച്ചാലോ? എവിടെ ഇവിടെ കയറണോ? കോസ്റ്റ് കയറണോ? സ്റ്റാർ ബക്സ് കയറണോ? ഇവിടെ പാർക്കിംഗ് ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ കയറാം. അവിടെ ഉണ്ടാവും. എന്നാ അവിടെ കയറാം, കാരണം അവിടെ ലിഡിൽ കൊടുത്തിട്ട്. സോ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ പുറത്തിറങ്ങി. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല. പിന്നെ വീട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഒരു കോൾഡ് കോഫി എന്തെങ്കിലുമൊക്കെ കുടിച്ച് സ്റ്റാർബക്സിലും എ സിയിൽ അങ്ങ് ഇരിക്കാമെന്ന്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ്. അപ്പം ഇനി ചെന്നാൽ കഴിച്ചാൽ മതി. ഇവിടെ ഒരു സ്മെല്ലുണ്ട്, കാരമലൈസ് ചെയ്യുന്നത്, കോഫിയുടെ ഒക്കെ ഒരു സ്മെല്ലല്ലേ, ലവ് ഇറ്റ്. സോ ഗൈസ്, നമ്മളൊരു മാച്ച വാങ്ങിച്ചു. കഴിഞ്ഞ ഓണത്തെ പോലെയല്ല, ദിസ് ഈസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഇത് പ്രണവ് ചൂസ് ചെയ്തതാണ്. സോ ഗുഡ്. പിന്നെ നമ്മളൊരു ക്രൊസന്റ് വാങ്ങിച്ചു. ഇപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു. ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ആക്ച്വലി ഇവിടെ വന്നാൽ പിന്നീട് നമ്മൾ ഈ ബണ്ണുകൾ, ബ്രെഡുകൾ അല്ലേ, കേക്ക്, ഇതിൻ്റെയൊക്കെ ഒരു ബിഗ് ഫാനായത്. നേരെ നല്ല ഉറക്കമായിരുന്നു. ഒരു ക്വാളിറ്റി ടൈം ആയിരുന്നില്ലേ നമുക്ക് ഇവിടെ. ഞങ്ങളത് കുറെ നേരം കുറെ പ്ലാനിങ്ങളൊക്കെ ആയിരുന്നു. ഇനി എങ്ങനെ പോണം ലൈഫ്.
ഉള്ള വൻ പ്ലാനിങ്ങിലായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് സംടൈംസ് വർക്ക് ചെയ്യാറുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു എഫക്റ്റ് കിട്ടൂല അല്ലേ? അല്ല പ്ലാൻ ചെയ്യൂല. പക്ഷെ നമ്മൾ ഇവിടെ വന്നിരുന്ന ഒരു ഇതൊക്കെ പറഞ്ഞ് പലതും വരും. അതന്നെ അതിനിടയ്ക്ക് ബെഡ് കാണാൻ വെച്ചാൽ ഞങ്ങൾ പോയി കിടക്കും. കുറച്ച് ക്വാളിറ്റി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല എവിടെയെങ്കിലും പുറത്തിറങ്ങിയിട്ടൊക്കെ ഒന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അല്ലേ? ഗീതോ ഒരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ആക്ച്വലി ഞങ്ങളുടെ ഷെങ്കൻ വിസ എടുത്ത് അറിയാലോ, അതിന്റെ ഒരു ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. സാഡിക്ക് ഇപ്പൊ ഞാൻ ഫീഡ് ചെയ്യട്ടെ, അവൻ കുറച്ച് നേരം ഇങ്ങോട്ട്. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ലിഡിൽ വന്നിരിക്കുകയാണ്. ആദ്യം എടുക്കാനായിട്ട് സെറ്റൊക്കെ വരുന്നുണ്ട്. ഏത് വാങ്ങിച്ചാലേ ഗീത നമുക്ക്? ഇതെങ്ങനെയുണ്ട്? ഇത് നൈസായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് കൊറേ ഉണ്ടാവണമായിരുന്നു. നാട്ടിലങ്ങനെ വെറുതെ ഒന്നും ഉണ്ടാവില്ല, കാശ് കൊടുത്താണ്. കൂടെ കാട്ടിലേക്ക് ഉണ്ടാവും, പക്ഷെ കാട്ടിൽ എല്ലാ കാട്ടിലും ഉണ്ടാവില്ലെന്നുള്ളൂ. ഈ സാധനം കാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് എന്നല്ലേ പറഞ്ഞ അല്ലേ? എന്റെ വീട്ടിലുണ്ട്. ഈത്തിന്റെ വീട്ടിലില്ല, സാധനമില്ല. പോയെ എന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ കീത്തിന് തപ്പി കണക്കാണ്. അവിടെ ഫോൺ ഓഫ് ആയി പോയി. എൻ്റെ ഇരിക്കണത് അവിടെ ഒരു ഫോണില്ല. ഞാൻ കുറെ നേരം ഇപ്പൊ തപ്പി കണക്കണം. ഇതാണ് ഞാൻ മറ്റേ ആ പോക്കറ്റ് ഫോൺ വാങ്ങിക്കാൻ വിചാരിച്ചത്. കാരണം ഫോണിൽ നമ്മൾ ബ്ലോഗ് കൊടുക്കുമ്പോൾ ഫോണിന്റെ ചാർജ് പെട്ടെന്ന് ഇരുന്നോട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് DJI പോക്കറ്റ് ഫോർ വാങ്ങിക്കാന്ന് നമ്മളൊരു പ്ലാനിൽ എത്തിയത്. ഞാൻ ആളെ കണ്ടുപിടിക്കട്ടെ. ആളെ കിട്ടിയിട്ടുണ്ട്. എന്താണത്? അതൊരു ടവലും. ഞാൻ പൂരിട്ട് ആളിപ്പാ ഞാനിപ്പോ ഒന്നും കൂടി വെച്ചാ അല്ല ടോയ്സിന്റെ ഏരിയാണത്. പക്ഷെ ഈ ടോയ്സ് ഒന്നും ഇവന് വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കളിക്കൊന്നുമില്ല. സോ ഗൈസ് അങ്ങനെ ആദ്യം എടുക്കാണ്. ഒന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും എനിക്ക് തലവേദന എടുക്കണം. കാരണം ബിക്കോസ് അത്രയുണ്ട് വെയില്. നമ്മളൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞാനൊരു ഷാമ്പെയിൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചമ്പാഗ്നി. ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ ഇത്ര ധൈര്യത്തോടു കൂടി ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത് എനിക്ക് വന്നിട്ട് കുക്ക് ചെയ്യേണ്ട ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഓടിയാനെ. കാരണം ഇനി ചെന്ന് കുക്ക് ചെയ്യാന്ന് പറയണത് ചിന്താമത്കരം. അവിടെ നിന്നൊരു ചേച്ചി പറഞ്ഞ എന്റെ ഡ്രസ്സ് നൈസാന്ന്, ഭയങ്കര ഇഷ്ടമായിന്ന്. സമ്മർ ഔട്ട്ഫിറ്റ് ആണ്. പുറത്ത് പോയേക്കത് വൈഷലായി. അബീഷ്, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ആദ്യം നീ ആ മൂല കൊണ്ട് വെച്ചേക്കായിരുന്നു. ഒരു ക്രിസ്മസിന് ആളുകൾ വന്ന പോലെ ഉണ്ട്, നിറച്ച് സാധനങ്ങളൊക്കെ കേട്ട്. ഓ ആദ്യം അത്ര ആ സൺസ്ക്രീൻ ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അത്ര അല്ലേ തോന്നുന്നുണ്ട്. നമ്മൾ ഇന്ന് വാങ്ങിച്ചാണ്ട് സാധനം അതിരിക്കാൻ പറ്റുന്നത്. എനിക്കൊരു 3 പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് അന്നത്തെയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 170 കൊണ്ടുവച്ചിട്ട് 3 വയസ്സൊരു 500 സംതിങ് പൗണ്ട്, 60,000-70,000 രൂപ വരും. ഈ ഫൈൻ അടയ്ക്കാന്നുണ്ടെങ്കിൽ അടയ്ക്കൂല എന്തായാലും. ഞാൻ ഇതിപ്പോ നെക്സ്റ്റ് സ്റ്റേജ് കോർട്ടിലേക്ക് പോകും. അപ്പോഴേക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അപ്പീൽ ചെയ്ത് നോക്കണം. ലഞ്ച് ടൈമാണ്. ഇത് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ അല്ല, ചില്ലി ഗോബി. ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് അത് മാത്രമല്ല ഉള്ളൂ. ബാധിക്കുന്നൊരു ലെറ്ററാണത്. എന്താ പൊന്നൊക്കെ അറിയണത്? അവന്റെ ഫുഡിന്റെ ചൂടാറിയിട്ടില്ല. അത് ചൂടാറിട്ട് കൊടുക്കുള്ളൂ. ഇത് ബോട്ട് നോക്കി കണ്ടോ? വലിയ ബോട്ടാണ് അത്, നല്ല നീളമുള്ള ബോട്ടാണ് അത്. അങ്ങനെ ഹൗസ് ബോട്ട് പോലത്തെ കുറെ ബോട്ടുകളൊക്കെ നല്ല നീട്ടമുണ്ട് അതിന്. ഹൗസ് ബോട്ട് പോലത്തെ കുറെ ബോട്ടുകളൊക്കെ ഇതിൽ പോകും. നല്ല രസമാണ്. ഇപ്പൊ വിന്റർ ആയി കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ പോവും. അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതി
വെറുതെ ഒരു കരച്ചില് photo വെറുതെ എടുക്കുന്ന കരച്ചില്. സമയത്ത്. ഇവിടെ എങ്ങനെയോ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. മാറ്റി പൊട്ടിച്ചാണോ അത്? പൊട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങള് കുറച്ചും കൂടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ കരുതിയിട്ടാണ് പോയത്. പക്ഷെ വെയില് ഒന്ന് കാണിച്ചു കൊടുത്ത വെയില് അത്രയും വെയിലാണ്, ഭയങ്കര വെയിലാണ്. എനിക്ക് ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് എനിക്ക് തലവേദന എടുക്കണം. സോ നമ്മൾ വിചാരിച്ചു ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോവാന്ന്. ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പ്രണവിന് ഒന്നുമില്ല, പ്രണവിന് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഒന്നുമില്ല. അതായത് ട്രിപ്പിന് പോകുമ്പോഴായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. പിന്നെ നമുക്ക് ആ ഗോപ്രോ ഒരു സാധനം വാങ്ങിക്കണം. ക്യാമറ പറ്റിയ വാങ്ങിക്കും. അതെ, നമ്മൾ പറ്റിയ വാങ്ങിക്കും. പറ്റിയല്ല, നമ്മൾ വാങ്ങിക്കും. വാങ്ങിക്കണം അത്, അല്ലാണ്ട് നമുക്ക് അവിടെ ആവണില്ല. നമ്മൾക്ക് ഈ ഫോൺ വെച്ചിട്ട്, കാരണം ഫോണിൽ എപ്പോഴും ചാർജ് ചെയ്യും. പ്രശ്നം. സോ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളൊന്ന് പുറത്തൊക്കെ പോയി വന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിലാ ഹെൽത്ത് എന്നാണ് ചെക്ക് ചെയ്യാൻ പോയത് മെയിൻ ആയിട്ട്, അല്ലേ? ഹെൽത്ത് ഒക്കെ ഓക്കെയാണ് അതിലാ. Thank God. So thanks for watching, guys. Bye bye. Bye bye. Like.